സെയിം മാനറിൽ ഈ പഞ്ചഭൂതങ്ങളിലെ ഈ എർത്ത് എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മളിൽ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചന്ദനം തൊടുന്നത് പോലുള്ള വേറൊരു പ്രക്രിയ മാത്രമാണ് മരത്തിൻ്റെ ഒരു തടി, മരത്തിൻ്റെ ഒരു ബീഡ് നമ്മൾ മാലയായിട്ട് ധരിക്കുന്ന സംഭവം. ഈ ചന്ദനത്തിന്റെ മാല ഇടുന്നു, തുളസിയുടെ മാല ഇടുന്നു, രക്തചന്ദനത്തിന്റെ മാല ഇടുന്നു. ആ മാനറിൽ മാത്രമാണ് ഈ കരിങ്ങാലി മാല സംഭവിക്കുന്നത്. എർത്ത് എലമെന്റ് ആണ് കിട്ടുക. സെന്റ് അടിച്ചാലും മതി. നമ്മൾ സെന്റ് അത്ര പൂശുന്നില്ലേ, എർത്ത് എലമെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഫിസിക്കൽ എഫിഷ്യൻസി കൂടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചെയ്യണത്. ഇതൊന്നും ചെയ്യാതെ വെറുതെ ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട്. അത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഡ്രോയിൽ മേശയ്ക്കകത്തോ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് അതങ്ങനെ കിടക്കും. കുറച്ച് നാൾ ഇടുകയും പിന്നെ കുറച്ച് നാൾ ഊരി വയ്ക്കുകയും ചെയ്യുന്നവരും ഉണ്ട്. അവർക്കൊക്കെ പറയാനുള്ളത്, അവർ ഊരി വയ്ക്കുന്ന സമയത്ത് എണ്ണയിൽ നിക്ഷേപിച്ചോളൂ. എന്തെങ്കിലും കാരണവശാൽ ഊരി വെക്കണം എന്ന് അവർക്ക് തോന്നിയിട്ട് മാറ്റി വെക്കണതാണ്. പക്ഷേ എണ്ണയിൽ ഒരുപാട് നേരം കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ലേ? ഇല്ല, കുഴപ്പമില്ല. ഇപ്പം ഒരു ദിവസം അല്ല, അത് ഒരാഴ്ച കിടന്നാലും കുഴപ്പമില്ല. എണ്ണ കുടിച്ച് നന്നാവുന്നു മാത്രമേ ഉള്ളൂ. ദോഷമൊന്നുമില്ല. തൈലാദിവാസം. അതുപോലെ ഒരുപാട് ഈ ഓൺലൈനായിട്ടൊക്കെ നമ്മളിപ്പം പല പല സൈറ്റ്സിലും ഈ രുദ്രാക്ഷ അവൈലബിൾ ആണ്. അങ്ങനെ വാങ്ങിക്കുന്നത് കൊണ്ടും അതിലൊക്കെ ഏതെങ്കിലും നല്ലത് തന്നെയാണോ കിട്ടുന്നത്, അതോ ഇത് പറഞ്ഞ ഫേക്ക് ആയിട്ടുള്ളതൊക്കെ ഒരുപാട് കിട്ടുമോ? അങ്ങനെ നമുക്ക് ഉറപ്പ് പറയാൻ വയ്യ. അത് സൈറ്റിനെ ആശ്രയിച്ചിരിക്കും. നല്ല സൈറ്റുകളിൽ നിന്ന് നമ്മൾ പറഞ്ഞ പോലെ ഗൗരവത്തിൽ കൊടുക്കുന്ന ആളുകളാണെങ്കിൽ ആഭരണത്തിന്റെ രീതിയിലൊക്കെ പണിഞ്ഞിട്ടുള്ള രുദ്രാക്ഷങ്ങൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഗോൾഡിലോ വെള്ളിയിലോ ഒക്കെ ചെയ്തിച്ച ഒരുപാട് ബ്രേസ്ലെറ്റ്സ് മാലകളും ഒക്കെ കാണാം. അപ്പോൾ ഇതൊക്കെ അതെന്താ വെച്ചാൽ അത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ആഭരണമായിട്ട് വേണ്ടവരുണ്ടല്ലോ. നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഇതിൻ്റെ എനർജി ഫാക്ടറിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. എനിക്കതല്ല, എനിക്ക് അതിൻ്റെ ആഭരണം എന്നുള്ളതാണ് ഇഷ്ടം എന്ന് കരുതി അതിനെ സമീപിക്കുന്ന ആളുകളുണ്ടല്ലോ. 140 കോടി ജനങ്ങളല്ലേ. അപ്പോൾ അവർക്ക് പലർക്കും പല രുചിയായിരിക്കില്ലേ. അവർക്ക് നമുക്കിവിടെ പറയാനുള്ളത്, എനർജി ലെവൽ നോക്കിയിട്ട് വാങ്ങിക്കുന്നവരാണ്. അത് ജീവിതത്തിലെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളൊരു രുദ്രാക്ഷം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വളരെ ഗൗരവത്തിൽ കാര്യങ്ങളെ നോക്കി കാണണം. അപ്പോഴാണ് ഇങ്ങനെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിന് നമുക്ക് മുൻ പരിചയം ഉണ്ടെങ്കിൽ, അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നല്ലതാണ് എന്ന് ഉറപ്പാണ്, ശരി അവിടെ നിന്ന് വാങ്ങിക്കാം, നമുക്ക് കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ അപ്പോൾ അവർ നമ്മളെ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പ്രാണപ്രതിഷ്ഠ ചെയ്ത് കിട്ടണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ, നമുക്ക് വേണ്ടിയിട്ട് അവർ സങ്കല്പം ചെയ്തിട്ടാണോ തരണത്, നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടു, അവർ വെറുതെ ജസ്റ്റ് തരുന്നു. കോസ്മോക്കിയിൽ എപ്പോഴും വിളിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇതാണ്, നിങ്ങളൊരു ഇതൊരു ഷോപ്പല്ല. നിങ്ങൾക്ക് ഇന്ന സാധനം വേണം, മറ്റേ ആൾ ആ രുദ്രാക്ഷം മേടിക്കാൻ പറഞ്ഞിട്ടും അത് ധരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് കോസ്മോക്കിൽ നിന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്മോക്കിയിൽ അങ്ങനെ ഒരു റീറ്റെയിൽ സംഗതി അല്ല ഉള്ളത്. അപ്പോൾ അതിന് നമുക്കൊരു ത്രില്ലില്ല. അതിപ്പോൾ എവിടെ കടയിൽ പോയാലും കിട്ടും, സൈറ്റുകളിൽ നിന്ന് ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ കൗൺസിലിംഗ് അവർക്ക് കൊടുക്കുന്നു, നിങ്ങൾക്ക് ഇന്നതൊക്കെയാണ് പ്രശ്നം, നിങ്ങൾ ഇന്ന പോലത്തെ രുദ്രാക്ഷങ്ങൾ ധരിച്ചാൽ നല്ലതാണ്. അപ്പോൾ അതിന് നമ്മൾ എല്ലാ സാധനവും സെറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി തയ്യാറാക്കി, അവർക്ക് വേണ്ടി നമ്മൾ പ്രോഗ്രാം ചെയ്ത് അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുത്തു. അവർക്ക് മാറ്റം വരുമ്പോൾ നമുക്ക് രസം. അപ്പോൾ എപ്പോഴും ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് കിട്ടുമോ, ഇത് കിട്ടുമോ, അങ്ങനെ കിട്ടുമോ, മാല കിട്ടുമോ, ചെറിയ മാല കിട്ടുമോ, കരിങ്ങാലി മാല കിട്ടുമോ, എല്ലാം ഉണ്ട് നമ്മുടെ അടുത്ത്. എല്ലാ ചെറിയ മാലകളും ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ വേണ്ടി വന്നാൽ കൊടുക്കാൻ പാകത്തിന് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കരിങ്ങാലി മാലയിലാണ് ഇപ്പോൾ എല്ലാവരും കൂടുതൽ ജാഗ്രതയായിട്ട് കാണുന്നത്. നമ്മൾ കരിങ്ങാലി മാലയെ അത്രമാത്രം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. രുദ്രാക്ഷത്തിൻ്റെ പോലെ ഒരു ലൈവായിട്ടുള്ള എനർജി ഉള്ളതല്ല കരിങ്ങാലി മാല. അത് ഒരു മരത്തിൻ്റെ എനർജി, നമുക്ക് 5 എലമെൻസിലെ നമ്മൾ പൃഥ്വി തത്വം എന്ന് പറയുന്ന സാധനം, എർത്ത് എലമെൻ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ചൈനീസ് വാസ്തുവിൽ അത് വുഡ് എലമെൻ്റ് ആണ് അല്ലേ. അവരവിടെ വുഡ് എന്നാണ് പ്രയോഗിക്കുന്നത്. നമ്മളും അതേ കണക്ക് തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഒരു പൂജ നടക്കുമ്പോൾ പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ചിട്ടാണ് നമ്മളവിടെ പൂജ കൊടുക്കുന്നത്. നമ്മൾ വീട്ടിലൊരു പൂജ കഴിക്കാൻ ഇരുന്നാലും പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നമ്മളവിടെ പൂജ ചെയ്യണത്. അതിൽ നമ്മൾ എർത്ത് എലമെൻ്റ് എന്ന് പറഞ്ഞ് മണ്ണല്ല കുഴച്ച് ദേവന് കൊടുക്കണത്, മണ്ണല്ല കുഴച്ച് നമ്മൾ തുടർന്നത്. അതിന് പകരം നമ്മളവിടെ വുഡ് ആണ് എടുത്തിട്ട് ചന്ദനം എന്ന് പറഞ്ഞ സാധനം നമ്മളവിടെ ഓൾട്ടർനേറ്റീവായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സെയിം മാനറിൽ ഈ പഞ്ചഭൂതങ്ങളിലെ ഈ എർത്ത് എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മളിൽ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചന്ദനം തൊടുന്നത് പോലുള്ള വേറൊരു പ്രക്രിയ മാത്രമാണ് മരത്തിൻ്റെ ഒരു തടി, മരത്തിൻ്റെ ഒരു ബീഡ് നമ്മൾ മാലയായിട്ട് ധരിക്കുന്ന സംഭവം. ഈ ചന്ദനത്തിന്റെ മാല ഇടുന്നു, തുളസിയുടെ മാല ഇടുന്നു, രക്തചന്ദനത്തിന്റെ മാല ഇടുന്നു.
ആ മാനറിൽ മാത്രമാണ് ഈ കരിങ്ങാലിമാല സംഭവിക്കുന്നത്. എർത്ത് എലമെന്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെന്റ് അടിച്ചാലും മതി. നമ്മൾ സെന്റ് അത്ര പൂശുന്നില്ലേ, എർത്ത് എലമെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഫിസിക്കൽ എഫിഷ്യൻസി കൂടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചെയ്യണത്. അതുകൊണ്ടാണ് ചന്ദനം തൊടുന്നത്, കുങ്കുമം തൊടുന്നത്, ശരീരം ആസകലം ചന്ദനം തൊട്ടവരെ നമ്മൾ കാണുന്നതൊക്കെ ആ എർത്ത് എലമെന്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോസ്മോക്കി ഹീലിംഗ് സൊല്യൂഷൻസിൽ നിന്ന് എന്തുകൊണ്ടാണ് വാങ്ങിക്കണമെന്ന് സാറ് സജസ്റ്റ് ചെയ്യുന്നത്? ഈ ഇപ്പോൾ രുദ്രാക്ഷമാണെങ്കിലും സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് അവർക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് സാർ ആഗ്രഹിക്കുന്നത്? എന്തായാലും അവർ വാങ്ങിക്കാൻ തീരുമാനിച്ചു എങ്കിൽ എല്ലാവരോടും നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. നല്ലൊരു ചോദ്യമാണ്. എല്ലാവരോടും നമ്മളങ്ങനെ പറയണില്ല. നമ്മൾ പറയാം, നമുക്ക് ആശംസിക്കണം. എല്ലാവരോടും നമുക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുന്നു. ഉറപ്പായിട്ടും നമ്മൾ അവരുടെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഒരു വ്യക്തി വന്നാൽ ആ വ്യക്തിയുടെ ഇഷ്യൂസ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നു. ആ പഠിക്കുന്നത് തിരുത്തി അവർക്ക് മേലാക്കം നല്ല ഗതി ഉണ്ടാവാൻ വേണ്ടി, അവർ കറക്റ്റ് ആവാൻ വേണ്ടി, അവരുടെ എനർജി ബാലൻസിങ് ഉണ്ടാവാൻ വേണ്ടി, അവരുടെ പ്രശ്ന പരിഹാരമാവാൻ വേണ്ടിയിട്ടുള്ള കോമ്പിനേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ കണ്ടുപിടിച്ച കോമ്പിനേഷൻ ശരിയായ രുദ്രാക്ഷം വെച്ചിട്ടോ ശരിയായ ക്രിസ്റ്റൽ വെച്ചിട്ടോ ആപ്റ്റായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് നമ്മൾ ഇൻഡ്യൂഷനിലാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഗ്രഹനിലയും നോക്കും, ഇൻഡ്യൂഷൻസും. അത് ആദ്യം നമ്മൾ രുദ്രാക്ഷം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യണേ. ഒരാൾ വന്നു, അയാളുടെ പ്രശ്നങ്ങൾ പഠിച്ചു, അവരുടെ എനർജി ലെവൽ നമ്മൾ ചെക്ക് ചെയ്തു. അതിന് മുൻപോ തന്നെ നമുക്ക് അയാൾക്ക് വേണ്ട രുദ്രാക്ഷം സെലക്ട് ചെയ്യാൻ പറ്റും. അവിടെ നാളോ ദിവസമൊക്കെ നോക്കും, എല്ലാം നമ്മൾ മേടിക്കും. എല്ലാം കൂടി അവരിൽ ആ ആളെന്ന് പറഞ്ഞ ഒരാളിനെ നമ്മളും കൂടി എടുക്കുകയാണ്. അയാളുടെ ഫോട്ടോ മേടിക്കേണ്ടി വരും ചിലപ്പോൾ. ചില ആളുകൾക്ക് ഫോട്ടോ തരാൻ മടിയുണ്ട്. എന്തിനാ ഫോട്ടോ എന്നൊക്കെ ചോദിക്കും. ശരി, ഫോട്ടോ വേണ്ട, നമുക്ക് ആ ആളെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾ പറയൂ. ഇപ്പോൾ അഞ്ജന മാഡം പറയൂ, അഞ്ജന മാഡത്തിൻ്റെ വേറെ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ ഒരു പേര് പറയൂ എന്നോട്, അല്ലെങ്കിൽ മനസ്സിൽ സങ്കല്പിക്കൂ, ഇന്ന ആളെന്ന് ഞാൻ സങ്കല്പിച്ചിട്ടുണ്ട്. അയാൾക്ക് ഒരു രുദ്രാക്ഷം പറയാൻ പറഞ്ഞാൽ നമുക്ക് അവിടെ എൻ്റെ സ്ഥലത്തിരുന്ന് ഞാനത് പറഞ്ഞു കൊടുക്കാം. എനിക്ക് അത്രയും കണക്ഷൻ കിട്ടിയാൽ മതി. ഓക്കെ, ഞാനപ്പോൾ അങ്ങനെ അവർക്ക് ആദ്യം സെലക്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ അതിന് ലോജിക്ക് ഉണ്ടോ എന്ന് നോക്കി, അവരുടെ നക്ഷത്രം വെച്ച് സൂട്ടായോ എന്ന് നോക്കി, അവർ ജാതകം വെച്ച് സൂട്ടാവുണ്ടോ എന്ന് നോക്കി. ഉറപ്പായിട്ടും ചിലപ്പോൾ അത് സൂട്ടാവണമെന്നൊന്നുമില്ല, പക്ഷേ അവർക്ക് ഹിറ്റ് ചെയ്യാൻ പോണത് അതായിരിക്കും. അവർക്കൊരു ബ്രേക്ക് കൊടുക്കാൻ പോണത് ഈ കോമ്പിനേഷൻ ആയിരിക്കും. നമ്മൾ ലോജിക്കലി ജാതകത്തിൽ ഇങ്ങനെയുണ്ടല്ലോ അങ്ങനെയുണ്ടല്ലോ വെച്ച് കൊടുക്കുന്നതായിരിക്കില്ല ഒരു പക്ഷേ. ഇനിയും ഒരു രസമുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി വരുന്നു. ജാതകം വെച്ച് നോക്കുമ്പോൾ ഒരു 6 or 7 രുദ്രാക്ഷം അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട ആളാണ്. ആൾ വില്ലിംഗ് ആണ്. 6 or 7 അല്ല, 1 ലക്ഷമോ 2 ലക്ഷമോ അല്ല, എനിക്ക് സിദ്ധമാല തന്നെ തന്നോളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആളാണ്. സിദ്ധമാല എന്ന് പറഞ്ഞാൽ 1 മുഖം മുതൽ 14 മുഖം വരെയുള്ളതും ഗണേശമുഖിയും ഗൗരീശങ്കരും ഒക്കെ കൂടിയ ചേർന്ന മാലയാണ്. ആ മാല ഞാൻ വാങ്ങിക്കാൻ വില്ലിംഗ് ആണ്. പക്ഷെ അയാൾക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടണത് അയാൾക്ക് ഏതോ ഒരു രുദ്രാക്ഷം, അല്ലെങ്കിൽ 2 രുദ്രാക്ഷം, മൂന്നാമതൊന്നും നമുക്ക് തോന്നുന്നേ ഇല്ല കൊടുക്കാൻ. അയാളോട് പറയാണ്, സമാധാനിക്കൂ, നിങ്ങൾ ഇത് മാത്രം കൊണ്ട് കുറച്ച് നാളിടൂ, എന്നിട്ട് നിങ്ങളുടെ എനർജി ഇപ്പോൾ ഉള്ള ലെവലിൽ നിന്നൊന്ന് ചേഞ്ച് ആവട്ടെ. എനർജി ചേഞ്ച് ആയതിനു ശേഷം നമുക്കിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് സിദ്ധമാല ഇടാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ അതിനുള്ളൊരു പവർ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് സിദ്ധമാല ഇടാം. അല്ലാതെ നമ്മൾ ഉടനെ കൊണ്ടുപോയി സിദ്ധമാല ഇട്ടാൽ ഒരു പക്ഷേ അയാൾക്ക് നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ഗുണവും അതുകൊണ്ട് കിട്ടാനില്ല. അവർ വെറുതെ ആവശ്യമില്ലാതെ ഇത്രയും എക്സ്പെൻസ് മുടക്കിയിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെ കാണുന്നു. ഈ ഇടയായിട്ട് ഞാൻ കാണുകയാണ്, പലരുടെ കയ്യിൽ നിന്നും അവരുപയോഗിച്ചിരുന്ന രുദ്രാക്ഷങ്ങൾ എന്തോ കാരണവശാൽ നഷ്ടപ്പെട്ടു പോകുന്നു. ഒരാളുടെ കാര്യം ഞാനിപ്പോൾ ഈ ഇടെ വളരെ അടുത്തിങ്ങനെ തറവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനും ആ രുദ്രാക്ഷത്തിൻ്റെ അവസ്ഥ മാറി. വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ രുദ്രാക്ഷത്തിലെ മെയിൻ 2 മാത്രം മതി, സ്പെഷ്യലായിട്ട് ചേർത്ത് 2 മാറി. പോയെടുത്ത് വെച്ച് അതിൻ്റെ പണി കഴിഞ്ഞു പോയേക്കണു. ഇനി നോർമലായിട്ട് ആ ജാതകത്തിലുള്ള പോലത്തെ സാധനങ്ങളാണ് ഇപ്പോൾ കൊടുക്കേണ്ടത്. അത് രസമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഇനി അത് കൊടുത്തിട്ടില്ല, അത് കൊടുത്തു കഴിയുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാൻ സാധിക്കുന്നത്. ഒരുപാട് രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട്. ഇങ്ങനെ ഒരുപാട് നീണ്ടു പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ രുദ്രാക്ഷത്തെ പറ്റി കുറേയൊക്കെ അല്ലേ, ഇത്രയും സംസാരിച്ച് ഇത്രയും വീഡിയോസ് ചെയ്തുകൊണ്ട് കുറേയെങ്കിലുമൊക്കെ ആൾക്കാർക്ക് സംശയം തീർന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ദുർലഭമായ ഒരുപാട് രുദ്രാക്ഷങ്ങളുണ്ട്, അത് ഏതൊക്കെയാണ്?
ഏറ്റവും കൂടുതൽ രുദ്രാക്ഷങ്ങളും ദുർലഭമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞേക്കുന്നത് 1 മുഖം മുതൽ 38 മുഖം വരെയുള്ള രുദ്രാക്ഷങ്ങൾ ഉണ്ടെന്നാണ് പുരാണത്തിൽ പറഞ്ഞേക്കണത്. അത് നല്ല രസകരമായിട്ട് ഇന്ന മുഖങ്ങൾ ശിവൻ്റെ കണ്ണിൽ നിന്നുണ്ടായതാണെങ്കിൽ ഇടത്തെ കണ്ണിൽ നിന്ന് ഇത്ര എണ്ണം ഉണ്ടായി, വലത്തെ കണ്ണിൽ നിന്ന് ഇത്ര എണ്ണം ഉണ്ടായി, തൃനേത്രത്തിൽ നിന്ന് ഇത്ര എണ്ണം ഉണ്ടായി എന്നൊക്കെ കണക്കുണ്ട്. അതിലെ ഭൂരിഭാഗവും കാണാനില്ലാത്തതാണ്, പ്രകൃതിയിൽ ലഭ്യമല്ലാത്തതാണ്. ഉദാഹരണം എന്താ വെച്ചാൽ ഏകമുഖ രുദ്രാക്ഷം പ്രകൃതിയിൽ ലഭ്യമേ അല്ലെന്ന് വിചാരിക്കണം. നേപ്പാൾ രുദ്രാക്ഷമാണ് നമ്മൾ ഓതൻറ്റിക്കായിട്ട് കണക്കാക്കുന്നത്. ആ നേപ്പാളിലെ ഏകമുഖ രുദ്രാക്ഷം ലഭ്യമേ അല്ല. പിന്നെ ഏകമുഖം നിർബന്ധമായിട്ട് വേണമെന്ന് കരുതി ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അവർക്കെല്ലാം ഏറ്റവും മുന്തിയത് തന്നെ വേണമെന്നുള്ള ധാരണയിൽ അവർക്ക് നമുക്ക് കൊടുക്കാവുന്നത് സവാർ ഏകമുഖ രുദ്രാക്ഷം എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് 2 എണ്ണം പെട്ട കൂടി ഉണ്ടാവണതാണ്. ഏകമുഖ രുദ്രാക്ഷം പോലെ ശരിക്കും അത് വേറൊരു രുദ്രാക്ഷത്തിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, ഗൗരീശങ്കരൻ മാതിരി. ഗൗരീശങ്കര രുദ്രാക്ഷം 5 മുഖങ്ങൾ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞ് 10 മുഖം ഗൗരീശങ്കര രുദ്രാക്ഷം എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നതിന് പകരം ഏതെങ്കിലും ഒരു മുഖ രുദ്രാക്ഷത്തിലേക്ക് ഒരൊറ്റ മുഖം ഒട്ടിപ്പിടിക്കും. അത് ഇൻബിൽട്ടായിട്ട് അതിൽ ഉറച്ചിരിക്കും. അത് ഒടിച്ചെടുത്തിട്ടായിരിക്കും ചിലവർ ഏകമുഖ രുദ്രാക്ഷം കിട്ടിയെന്ന് പറഞ്ഞ് നടക്കുന്നത്. അത് ഒടിച്ചെടുത്തപ്പോൾ അതിൻ്റെ ജീവൻ പോയി. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് സവാർ ഏകമുഖ രുദ്രാക്ഷം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമുക്ക് ഏകമുഖത്തിന് പകരമായിട്ട് വയ്ക്കാം. പിന്നെ 2 മുഖം വളരെ ദുർലഭമാണ്. അത് നമുക്ക് ബാക്കി എല്ലാ രുദ്രാക്ഷത്തിനേക്കാളും ദുർലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് 2 മുഖത്തിൻ്റേത്. അതുകൊണ്ട് അതിന് നേപ്പാൾ രുദ്രാക്ഷത്തിന് വലിയ വിലയുണ്ട്. പിന്നെ 14 ശേഷം 15, 16, 17 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. 14 മുഖം വരെയാണ് ദേവി ഭാഗവതം പോലുള്ള ടെക്സ്റ്റുകളിൽ മാഹാത്മ്യം പറഞ്ഞു വെച്ചിട്ടുള്ളത്. താന്ത്രിക ഗ്രന്ഥങ്ങളിൽ നോക്കുമ്പോഴാണ് 38 മുഖം വരെയുള്ളതിൻ്റെ മാഹാത്മ്യം എഴുതി വെച്ചേക്കണേ. അതിൽ 21 മുഖം വരെ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അതിൽ 21 മുഖം ദുർലഭമാണ്. 4-5 കൊല്ലത്തിനിടയ്ക്ക് 1-2 എണ്ണം നല്ല ഒത്ത പീസ് കിട്ടുള്ളൂ. എന്നുവെച്ചാൽ എല്ലാ ഭംഗിയോടും കൂടി പൂർണ്ണ അർത്ഥത്തിലുള്ള ഫുള്ളായിട്ട് വിരിഞ്ഞ് വന്ന കായ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പകുതി വളഞ്ഞതും പൊളഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ രുദ്രാക്ഷം കിട്ടുള്ളൂ. നമുക്ക് സെലക്ട് ചെയ്യാൻ കൊള്ളില്ലാത്ത തരത്തിലായി പോകും. നല്ല രുദ്രാക്ഷം 2-3 എണ്ണം 3-4 കൊല്ലം കൂടുമ്പോഴൊക്കെയാണ് 21 മുഖം കിട്ടുള്ളൂ. 22 അതിനേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ട്. 23, 24, 25, 26, 27 ഒക്കെ ദുർലഭമാണ്. ഉണ്ടാകുന്നത് തന്നെയുണ്ടോയെന്ന് അറിയില്ല. ആരെങ്കിലും കണ്ടവരുണ്ടോയെന്ന് അറിയില്ല, കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ 32ൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. 29 ഞാൻ ഒരെണ്ണം ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. അത് പക്ഷേ വളഞ്ഞ് പിരിഞ്ഞൊക്കെ ഇരിക്കുന്നതാണ്. നമുക്ക് ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് തോന്നില്ല കണ്ട അതുപോലെ ഇരിക്കും. അപ്പോൾ എണ്ണത്തിൽ ഞാൻ നോക്കുമ്പോൾ നമുക്കൊരു 25 എണ്ണമെങ്കിലും ദുർലഭമാണ് ശരിക്കും. ബാക്കിയുള്ളത് കൊണ്ടുള്ള കളിയാണ് നമുക്ക് ഇവിടെ നടക്കുന്നത്. അതാണ് 14 മുഖം വരെ എല്ലാവരും കൂടുതലായിട്ട് കിട്ടുമെന്ന് കരുതണത്. ഇങ്ങനെ ദുർലഭമായതുകൊണ്ടാണ് ഇതിന് വില ഇങ്ങനെയൊക്കെ ആയി പോണത്. ഇതിലെല്ലാം ഒത്ത് പലതരത്തിൽ നമ്മൾ ക്വാളിറ്റി ചെക്കിങ് ചെയ്ത് പഴയതല്ലെന്ന് ഉറപ്പ് വരുത്തി പുതിയ പീസ് തന്നെയാണെന്നൊക്കെ വിചാരിച്ച് എല്ലാ ക്രൈറ്റീരിയയും നോക്കിയിട്ട് നല്ലത് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സെലക്ട് ചെയ്തത് മാത്രമാണ് നമ്മൾ കോസ്മോക്കിൽ കൊണ്ട് വയ്ക്കണുള്ളൂ. ഇതിന് ഓരോന്നിനും പ്രത്യേകം ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 21 മുഖം എന്ന് പറയുന്നത് കുബേരൻ തന്നെയാണെന്നാണ്. അത് വെച്ചിട്ട് ആരും വിളിക്കാൻ നോക്കണ്ട. നമ്മുടെ ആളുകൾക്ക് അതൊന്നും സാധ്യമാവുകയില്ല. അത്രയും റെയർ ആയതുകൊണ്ട് അത്ര വലിയ വില വരും. സാമാന്യ മനുഷ്യരല്ല അതൊന്നും ധരിക്കണത്. വലിയ സന്യാസിമാർക്കോ മഹാമണ്ഡലേശ്വരന്മാർക്കോ ഒക്കെ ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികൾ വാങ്ങിച്ചിട്ട് അവർക്ക് ദാനമായിട്ട് കൊടുക്കാനാണ് 21 മുഖ രുദ്രാക്ഷമൊക്കെ പോവുക. ഈ തന്ത്രിമാരൊക്കെ ഉപയോഗിക്കുന്ന അവരൊന്നും ഇത് ഉപയോഗിക്കണില്ല. ഇത് ശരിയായ രുദ്രാക്ഷം ധരിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഈ 21 മുഖ രുദ്രാക്ഷം ചേർത്താൽ മാത്രമേ ഇന്ദ്രമാല ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 1 മുഖം മുതൽ 21 മുഖം വരെയുള്ള എല്ലാ മുത്തും ചേർന്നതാണ് ഇന്ദ്രമാല. ഒരു ഇന്ദ്രമാല ഒരു കച്ചവടക്കാരൻ ഉണ്ടാക്കാൻ വിചാരിച്ച ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അയാളുടെ അടുത്ത് 21 മുഖം ഉണ്ടാവില്ല. അദ്ദേഹം അപ്പുറത്തെ ഏതെങ്കിലും കൂട്ടുകാരുടെ അടുത്തുനിന്ന് ആ 21 മുഖം കിട്ടിയിട്ടുണ്ടോ ഇക്കൊല്ലെന്ന് ചോദിച്ച് നടന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില കൊടുത്ത് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നാലേ ഈ ഇന്ദ്രമാല ഇയാൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഷെയറിംഗ് എന്ന് പറയുന്ന സംഗതി അവിടെ ഉണ്ടാവും. അങ്ങനെയൊക്കെ അത് നടക്കുള്ളൂ. റെയറായ രുദ്രാക്ഷങ്ങൾ ആണ് കൂടുതൽ. അതിനെ നമ്മൾ അധികം അങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുന്നില്ല. നമ്മൾ ഒരു 18 മുഖം വരെ ഉള്ളത് നമുക്ക് റെഗുലറായിട്ട് ഈസി ആയിട്ടും കിട്ടുന്നുണ്ട്. 19 കിട്ടാൻ മോശമില്ല. അത്രമാത്രം വലിയ ദുരിതത്തിൽപ്പെട്ട ആളുകൾ വലിയ സമ്പന്നരാണ്. അവർ പുതിയതായിട്ട് വലിയ ദുരിതത്തിൽപ്പെട്ടു. അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് 19 മുഖ രുദ്രാക്ഷത്തിന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് ലക്ഷക്കണക്കിന് രൂപ വിലയുണ്ടാവും അതിന്. 21 പറഞ്ഞു. 22 മുഖം മുതൽ മുകളിലേക്കുള്ളതിൻ്റെ എല്ലാം കൂടി ഒരൊറ്റ ഫലമായിട്ട് പറയണത് 21 വരെയുള്ള രുദ്രാക്ഷം ധരിച്ചാൽ എന്ത് ഫലമാണ് ഉണ്ടാവുക?
1, 2, 3, 4 ഓരോന്നിൻ്റെയും ഫലം എല്ലാ ഫലവും ഒരുമിച്ച് 22 ധരിച്ചുണ്ടാവും. 22 വരെയുള്ളതിൻ്റെ എല്ലാ ഫലവും 23 ധരിച്ചുണ്ടാവും. അങ്ങനെ മേലാക്കം കണ്ടുകൊള്ളണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരൊറ്റ പീസ് രുദ്രാക്ഷം ഉണ്ടെങ്കിൽ ആ പഞ്ചായത്തിന് തന്നെ ആയ പോലെയായി. അത്രയും വലിയ പവർ അതിനുണ്ടാവണം. അങ്ങനെയാണ് ഇത് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ധരിക്കുക എന്ന് പറഞ്ഞത് അത്രയും സമ്പന്നരായിട്ടും അത്രയും രുദ്രാക്ഷമായിട്ട് പരിചയമുള്ള അത്രയും ശക്തിയുള്ള ആളുകളെ അതിനൊക്കെ കുറിച്ച് ചിന്തിക്കേണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലൊരാൾ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളാണ്, വലിയൊരു വസ്തു വാങ്ങിച്ചു പുതുതായിട്ട്, അതിൽ ബിൽഡിങ് പണിയാൻ പോവുകയാണ്, അത് കുറേ വില്ലകൾ പണിയാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഒരു ലക്ക് കിട്ടണം, അത് കറക്റ്റായിട്ട് വാങ്ങിക്കാൻ പറ്റണം, അത് വിൽക്കാൻ പറ്റണം, അതിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ശരിക്കും പറ്റണം. അതുപോലെ ഒരു മൈനിങ് ചെയ്യാൻ പോകുന്നു അയാൾ, ആ ആൾ ഒരു 18 മുഖ രുദ്രാക്ഷം ധരിച്ചാൽ അദ്ദേഹത്തിന് കുറച്ച് ഈസി ആയിട്ട് ഈ വക കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പവർ കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. വേറൊരാൾ ഒരു സ്പെക്കുലേഷൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്, അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെറുതെ ഇരിക്കുന്ന ആളാണ്, പൈസ മുടക്കിയിരിക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്തേക്കാണ്. അയാളോട് പറയുകയാണ് 17 മുഖ രുദ്രാക്ഷം ധരിക്കും. അദ്ദേഹത്തിന് 17 മുഖം ധരിച്ചു കഴിഞ്ഞാൽ 17 മുഖത്തിൻ്റെ ശ്ലോകങ്ങൾ എഴുതിയേക്കുന്നത് ഇയാളുടെ നിക്ഷേപം വർദ്ധിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഊന്നി പറഞ്ഞേക്കാണ്. ആ 17 മുഖം ധരിച്ച ആൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത് മൾട്ടിപ്പിൾ ചെയ്ത് അയാൾക്ക് ധനം ഉണ്ടാകുന്നു. കാത്യായനി ദേവിയുടെ രുദ്രാക്ഷമാണ് 17 മുഖം എന്നാണ് പറയുക. അത് ധരിക്കുമ്പോൾ ആൾക്ക് കാത്യായനി വ്രതം എടുത്തതിൻ്റെ, നമ്മുടെ പ്രധാനമന്ത്രി കാർത്യായനി വ്രതം എടുക്കുന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ ദേവതയാണ്. അപ്പോൾ ആ വലിയ ശക്തി നമ്മൾ കാണില്ലേ, അതുപോലത്തെ വലിയ ശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് 17 മുഖം ധരിക്കാൻ പറയാൻ വേണമെങ്കിൽ, അങ്ങനെ താല്പര്യമുള്ളവർക്ക് അത് സ്വീകരിക്കാം. അത്യാവശ്യം വിലയുള്ള കായാണ്. 16 മുഖം വേണ്ടി വരുന്നുണ്ട്. 16 മുഖം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ബിസിനസ്സുകാരനാണ്, ആ ബിസിനസ്സിൽ വലിയ കോമ്പറ്റീഷനാണ്, അദ്ദേഹത്തിന് അവരുടെ മറ്റ് കോമ്പറ്റീറ്ററുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. അതുപോലെ അവിടെ നിന്നും കൂടി ജലസ് ഉണ്ടാവുന്നുണ്ട്, അവർ പലതരത്തിലുള്ള നെഗറ്റീവ് വൈബ്രേഷൻസ് കടത്തിവിടാൻ നോക്കുന്നുണ്ട്, ഇയാളെ പൊളിക്കാൻ വേണ്ടിയിട്ട് മറ്റവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ വരുന്ന ആളിനെ നമുക്ക് 16 മുഖ രുദ്രാക്ഷം കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാം. 16 മുഖം വിജയരുദ്രാക്ഷം എന്നറിയപ്പെടുന്നതാണ്. മത്സരങ്ങളിൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ 15 മുഖ രുദ്രാക്ഷമുണ്ട്. 15 മുഖ രുദ്രാക്ഷം നമുക്ക് വെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഒരാൾക്ക് സ്വസ്ഥമായിട്ട് വെൽത്തി ആയിട്ട് സ്പിരിച്വലായിട്ട് എംപവേർഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് 15 മുഖ രുദ്രാക്ഷം കൊടുക്കാം. 14ൻ്റെ ഫലം തന്നെയാണ് 15നും പറഞ്ഞു വെച്ചേക്കുന്നത്. 14 മുഖം ഇതുപോലെ തന്നെയാണ്. അത് സ്പെക്കുലേഷൻ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് കുറഞ്ഞ് വിലയ്ക്ക് കൊടുക്കാവുന്നതാണ് 14 മുഖം. അവർക്കതിൽ നമുക്ക് 7ഉം 8ഉം ഒക്കെ കൂടി കോമ്പിനേഷൻ ചെയ്തിട്ട് ഒരു കവചമാക്കി മാറ്റി കൊടുക്കാം. അപ്പോൾ കവചമാക്കി മാറ്റി കൊടുക്കുമ്പോൾ അത് ഷെയർ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ജ്യോത്സ്യന്മാർ, അതുപോലെ ആധ്യാത്മിക ആചാര്യന്മാർ, അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് 14 മുഖത്തിൻ്റെ കോമ്പിനേഷൻ. മുമ്പ് പറഞ്ഞു ഞാൻ തോന്നുന്നു 13 മുഖത്തിൻ്റെ ഇതുപോലെ തന്നെ കോമ്പിനേഷൻ ഉണ്ടാക്കി കൊടുക്കാം. 7ഉം 8ഉം ഒക്കെ ചേർത്ത് കോമ്പിനേഷൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ എക്സലൻസ് ഉണ്ടാക്കി കൊണ്ടുവരും. അവരുടെ ജീവിതത്തിൽ എന്ത് തുറയിലാണ് അവർ നിൽക്കുന്നത് അവിടെ അവർക്ക് എക്സലൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മിക്കവാറും നമുക്ക് കൊടുത്ത് നേരിട്ട് അനുഭവം കിട്ടിയത് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളിലാണ്. മാർക്കറ്റിംഗുകാർക്ക് പറ്റും. നമ്മൾ അറിയപ്പെടുന്ന സിനിമാ ആളുകൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ 13 മുഖ രുദ്രാക്ഷത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അവർ പറഞ്ഞത് അവരുടെ ഒരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, വലിയ ഉന്നത ലക്ഷ്യങ്ങൾ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ എത്തിയ ലക്ഷ്യത്തിൽ നിന്ന് താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പാത്ത് ഫൈൻഡറായിട്ട് നമ്മളിനി എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഏത് വഴിയിലൂടെയാണ് നമ്മൾ അവിടേക്ക് എത്തേണ്ടത്, അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഉള്ളിൽ നിന്ന് ഉൾവിളി വന്ന് നമ്മളെ കറക്റ്റ് പാത്തിലേക്കൂടെ നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന രുദ്രാക്ഷമാണ് 13 മുഖ രുദ്രാക്ഷം. ഒരു കൺഫ്യൂഷനിലായിട്ട് നിൽക്കുന്ന ഒരാളിന് നമുക്ക് 13 മുഖ രുദ്രാക്ഷം കൊടുത്താൽ അയാളുടെ ജീവിതം വളരെ നല്ല ഓർഗനൈസ്ഡായിട്ട് നല്ല ഒരേ ദിശയിൽ പോയി അയാൾ സക്സസ് ആവണം നമുക്ക് കാണാൻ പറ്റും. മെറ്റീരിയലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. എൻ്റെ അടുത്ത് തിരുവനന്തപുരത്ത് തന്നെ അയാളൊരു ബുക്ക് സെല്ലറായിരുന്നു. അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം കോളേജ് ബുക്കുകളുടെ ഒരു ഇടപാട് ചെയ്യുന്ന ആളാണ്. ഞാൻ 13 മുഖ രുദ്രാക്ഷം സജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഒരുപാട് രുദ്രാക്ഷമൊക്കെ ഓൾറെഡി ധരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞത് എന്നോട്, ഞാനിത് ധരിച്ചതിന് ശേഷം, ചേട്ടൻ പറഞ്ഞത് ഞാൻ ആ 13 മുഖം ധരിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ എൻ്റെ ടാർഗറ്റ് ക്രോസ് ചെയ്തു. എനിക്ക് 80-85 എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കാറുണ്ടായിരുന്നു എൻ്റെ പെർസെൻറ്റേജ്. ഞാൻ ഇത്തവണ അത് 140 എത്തിച്ചു. അപ്പോൾ എനിക്ക് വലിയൊരു എമൗണ്ട് ഇൻസെൻറ്റീവ് കിട്ടി. ഞാൻ അതുകൊണ്ട് ഒരു സിദ്ധമാല ഉണ്ടാക്കിയിടാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പറഞ്ഞു. അതുപോലെ ഒത്തിരി പേര് അവർക്ക് അവരുടെ മാർക്കറ്റിങ്ങിൽ എക്സലൻസ് ചെയ്യാൻ വേണ്ടി പറ്റി.
അവരുടെ ലക്ഷ്യം എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റി, ജന്മലക്ഷ്യം എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അതുപോലെ സുഖസൗകര്യങ്ങളോടുകൂടി ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവും. ദാരിദ്ര്യം പിന്നെ ഉണ്ടാവുകയില്ല. ഇങ്ങനെ പറയുകയാണെങ്കിൽ അനവധിയാണല്ലേ. ഓരോന്നിനെ പറ്റി നമ്മൾ ദുർലഭമായ രുദ്രാക്ഷത്തെ പറ്റി പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വന്നു. സുലഭമായെന്ന് പറയുമ്പോൾ അഞ്ച് മുഖമാണ് ഏറ്റവും സുലഭമായത്. 5 7 ഒക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. 7 ടു ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ 7 മുഖം രുദ്രാക്ഷം. അയാൾ ആ മനുഷ്യൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത് ആത്മവിശ്വാസം ഇല്ലാത്ത ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് എപ്പോഴും കൈകാൽ കഴക്കിലും അണീസിനെസ്സും ആണ് ഏറ്റവും ജീവിതത്തിലെ ശരീരം കൊണ്ടുള്ളൊരു ഇഷ്യൂ. എന്നാൽ പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല. തന്നെ ഈശ്വരാധീനം ഇല്ല ആൾക്ക്. പിതൃപരദേവതാ പ്രീതിയില്ല. ഈയിടെ ആളുടെ കളഞ്ഞുപോയ കൂട്ടത്തിലൊരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കളഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ രുദ്രാക്ഷം കളഞ്ഞുപോയി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. കളഞ്ഞുപോയതിന് അതേ സെയിം 7 മുഖം തന്നെ കൊടുത്താൽ മതി എന്ന് അദ്ദേഹം പറയണത്. ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കി, ശരിയാണ്, 7 മുഖം തന്നെ ഇനി ആൾക്ക് വേണ്ടു. ആ രുദ്രാക്ഷം കൊടുക്കാൻ നേരത്തെ ഞാൻ ഒന്നും കൂടി കൗണ്ടർ ചെക്ക് ചെയ്തു അദ്ദേഹത്തിന് എനർജി ലെവൽ എത്ര മാറ്റം ഉണ്ടെന്ന്. ഞാൻ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഡിസംബറിലാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ഇപ്പോൾ 7 മാസമായി. ഇപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ഇത് കൊടുക്കുന്നതിന് മുമ്പേ ചോദിച്ചു, 7 മുഖം ഐക്യമാണ്, നിങ്ങൾക്ക് അന്ന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവ് മാറിയോ? ഉറപ്പായും സാർ, എനിക്കിപ്പോൾ നല്ല ആത്മവിശ്വാസമുണ്ട്. സാർ പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് വളരെ ആത്മവിശ്വാസക്കുറവായിരുന്നു. എൻ്റെ കൈകാൽ കഴക്കലെന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ വളരെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ എനിക്ക് വളരെ ബ്ലിസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ വളരെ സമാധാനത്തിലാണ് ഇപ്പോൾ പോണത്. എനിക്ക് എന്തോ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. 6-7 മാസം കൊണ്ട് അദ്ദേഹത്തിന് വന്ന മാറ്റമാണ്. ഇനി ഇത്തവണയും കൂടി ഇങ്ങനെ പോട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ വരും, എണ്ണം കൂട്ടണം എനിക്ക് എന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, അങ്ങനെയാണ് വേണ്ടു. ഇനി ഇതിൻ്റെ ഒരു എനർജി കണ്ടിട്ട് മാറ്റം വന്നു കഴിഞ്ഞല്ലോ, ഇനി അപ്ഗ്രേഡ് ചെയ്യാം പതുക്കെ പതുക്കെ. അങ്ങനെ പറഞ്ഞു പോകാനാണെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ അനുഭവങ്ങൾ ഉണ്ട്. വളരെ കുറച്ച് ആൾക്കാരെ അനുഭവം നമ്മളോട് പറയുന്നുള്ളൂ. എങ്കിലും അത് പറയാനിരുന്നാൽ ഒരു ദിവസം മുഴുവൻ വേണം നമുക്ക് പറയാൻ. അതെ അതെ. അപ്പോൾ സാറ് കോസ്മോക്കി ഹീലിംഗ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനം നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം സാറ് തൃപ്പൂണിത്തുറ തന്നെയാണ് താമസിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാമല്ലോ അല്ലേ? നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ട് പോയി. അപ്പോൾ ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ സാറിനെ നേരിട്ട് വിളിച്ച് ചോദിക്കുക. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സാറ് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരും. ഒരു സംഗതി കൂടി എല്ലാവരും ചോദിക്കുന്നു, എൻ്റെ ടെലിഫോൺ നമ്പർ വേണമെന്ന് അവിടെ നമ്മുടെ കാണുന്ന പ്രേക്ഷകർ ചോദിക്കുന്നു. അവരോട് തന്നെ പറയാനുള്ളത് അതിൽ തന്നെ ഉണ്ടല്ലോ. അതെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കൂ, അതിൽ ഫോൺ നമ്പറും അഡ്രസ്സും ഉണ്ട്. പക്ഷേ കോസ്മോക്കിയിലേക്ക് വിളിക്കാതെ നേരെ വരരുത്. നേരിട്ട് ബുക്ക് ചെയ്തിട്ട് മാത്രം വരാൻ നമ്മൾ, അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടും. സമയം ചിലപ്പോൾ മാച്ച് ആവാതെ പോകും. എനിക്ക് ഞായറാഴ്ച ഒഴിച്ച് ബാക്കിയുള്ള ദിവസം, ഞായറാഴ്ചയും അത്യാവശ്യമാണെങ്കിൽ ഞായറാഴ്ചയും ആളുകളെ കാണുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ചാണ്. ആരും കഷ്ടപ്പെട്ട് ഇവിടെയൊക്കെ വരേണ്ട ആവശ്യമില്ല. എനിക്ക് എല്ലാവരെയും ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്തിനാ സമ്പർക്കം? നേരിട്ട് വരേണ്ട ആവശ്യം സ്വതവേ ഇല്ല. എല്ലാവർക്കും വാട്സപ്പിൽ എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറ്റും. ഇനി ലോക്കൽ ആളുകളൊക്കെ എല്ലാവരും വന്ന് വാങ്ങിക്കാൻ ഞാൻ അനുവദിക്കാറുണ്ട്. ഇനിയും വളരെ ഗൗരവത്തിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ എത്ര സമയം വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ വിദേശത്തേക്ക് മാത്രം അയച്ചു കൊടുക്കാനുള്ള കൊറിയർ അയക്കലില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ധാരാളമായിട്ട് വിദേശത്തേക്കാണ് കൂടുതലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആളുകളെക്കാൾ നിറയെ ആളുകൾ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബൈ ഹാൻഡ് കൊണ്ടുപോകാനേ പറ്റുള്ളൂ എന്ന് മാത്രം. അതാണ്, നമുക്ക് അയച്ചു കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ നിലവിലുള്ളൂ. അപ്പം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നമസ്തേ.